ഫേസ്ബുക്കിന്റെ പുതിയ വീഡിയോ കോൺഫറൻസിംഗ് സേവനമായ മെസ്സഞ്ചർ റൂംസ് വാട്സപ്പിന്റെ പുതിയ ആൻഡ്രോയിഡ് ബീറ്റ പതിപ്പിൽ വന്നിരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗൂഗിൾ മീറ്റ് അതുപോലെ തന്നെ സൂം മുതലായ ആപ്ലിക്കേഷൻസൊക്കെ വളരെയധികം ജനപ്രീതി ലഭിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് മെസ്സഞ്ചർ റൂംസ് എന്നൊരു കൺസെപ്റ്റുമായിട്ട് ഫേസ്ബുക്ക് കഴിഞ്ഞ മാസം വന്നത്. ആ ഒരു മെസ്സഞ്ചർ റൂംസിന്റെ എക്സ്റ്റൻഷനാണ് അവർ വാട്സപ്പിലേക്ക് നൽകിയിരിക്കുന്നത്. വാട്സപ്പിന്റെ ഏറ്റവും പുതിയ 2.20.163 എന്ന ബീറ്റ പതിപ്പിലാണ് ഈ ഒരു സേവനം അവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാ ബീറ്റ യൂസേഴ്സിനും ഈ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഈ ഒരു സൗകര്യം ലഭിച്ചിട്ടില്ല. വാട്സപ്പ് അപ്ഡേറ്റ്സിന്റെ സ്ഥിരം നിരീക്ഷകരായ വാട്സപ്പ് ബീറ്റോ ഇൻഫോ ആണ് ഈ ഒരു അപ്ഡേറ്റിന്റെ കാര്യവും പുറത്തുവിട്ടത്. അവർ പുറത്തുവിട്ട ഇൻഫോ പ്രകാരം 2 സ്ഥലങ്ങളിലായിട്ടാണ് നമുക്ക് അതിന്റെ ഒരു ഓപ്ഷൻ കാണുക. ഒന്ന് നമ്മുടെ ചാറ്റിനുള്ളിൽ ഷെയർ മെനുവിലും മറ്റൊന്ന് കോൾ സെക്ഷനിലും, വാട്സപ്പിന്റെ കോൾ സെക്ഷനിലും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മെസ്സഞ്ചറിൽ വീഡിയോ ചാറ്റിനുള്ള റൂം ക്രിയേറ്റ് ചെയ്യുന്നതിനായുള്ള ഒരു വിൻഡോ തുറക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ മെസ്സഞ്ചറിൽ ഒരു റൂം ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യപ്പെട്ടവർക്ക്, നമ്മുടെ ആ വീഡിയോ കോൺഫറൻസിലേക്ക് ഉൾപ്പെടുത്തേണ്ടവർക്ക് ഒക്കെ ആ ലിങ്ക് അയച്ചു കൊടുക്കുക. ഫേസ്ബുക്ക് കമ്പനിക്ക് കീഴിലെ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളുള്ള ഒരു സേവനമാണ് വാട്സപ്പ്. ഈ വാട്സപ്പിലെ എല്ലാ ഉപയോക്താക്കളെയും മെസ്സഞ്ചർ റൂം സേവനത്തിലേക്ക് എത്തിക്കുക എന്നാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ ഫേസ്ബുക്ക് ലക്ഷ്യമിടുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.